ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നണികൾ സജീവമാക്കി. ഹരിയാനയിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി BJPയുടെ നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. BJP INLD നേതൃയോഗങ്ങളും ഹരിയാനയിൽ നിന്ന് നടക്കും. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു രാജ്യതലസ്ഥാനത്ത് നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മുടെ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. 370 ആർട്ടിക്കിൾ പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങൾ അടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ 90 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ആ സ്ഥലത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാസ്പദമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ 50% മുകളിലുണ്ടായ പോളിംഗിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ബാലറ്റ് ബുള്ളറ്റിനുമേൽ വിജയം നേടുന്ന കാഴ്ചയാണ് ജമ്മു കാശ്മീരിൽ കണ്ടത് എന്നതാണ്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. BJPയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ വിജയം നേടുക എന്നുള്ളത് ഈ 370 പിൻവലിച്ചത് അടക്കമുള്ള നടപടികളുടെ ജനകീയ അംഗീകാരമായിട്ട് കൂടി പരിഗണിക്കേണ്ട ഒന്നായി മാറുകയാണ്. അതുകൊണ്ട് വിജയം ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് BJP ഉള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് ആവേശം നൽകുന്നത് ഈ മണ്ഡല പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് 6 സീറ്റുകൾ ജമ്മു മേഖലയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീനഗർ മേഖലയിൽ ഒറ്റ സീറ്റ് മാത്രമാണ് കൂടിയിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ, ഇന്ത്യ സഖ്യത്തിൻ്റെ കൂട്ടായ്മ, അവിടെ ഗുപ്കർ സഖ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗുപ്കർ സഖ്യം നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അവരും വേഗത്തിൽ തന്നെ ഈ സഖ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഒക്കെ ഉണ്ട് ഈ ഗുപ്കർ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. BJPയെ സംബന്ധിച്ച് അവരൊരു തന്ത്രം പയറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ചെറിയ പാർട്ടികളെ, ഈ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് ഭിന്നിപ്പിക്കാനായിട്ട് ചെറിയ പ്രാദേശിക പാർട്ടികളെ കൂടി മത്സരിപ്പിക്കാനായിട്ട് BJP പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വീറും വാശിയും ഉണ്ടാകുന്ന ഒരു പ്രചരണമായിരിക്കും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ഇനി ജമ്മു കാശ്മീരിൽ നടക്കാനായിട്ട് പോവുക. 3 ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചിട്ടുള്ള നിർണായക ചർച്ചകൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. ഹരിയാനയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഹരിയാനയിൽ വിജയം നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാർഷിക വിഷയങ്ങൾ രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. തിരിച്ചു വരാനായിട്ടുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചും ഹരിയാനയിൽ വിജയിക്കുക എന്നുള്ളത് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നേട്ടമുണ്ടാക്കാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ എത്രത്തോളം ഫലവത്താകും എന്നതിൻ്റെ ഒരു അരകല്ല് കൂടിയായിരിക്കും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഫലം. ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ ഡൽഹിക്ക് സമാനമായിട്ടുള്ള സഖ്യമുണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി വലിയ അവകാശവാദങ്ങളാണ് സീറ്റുകളുടെ കാര്യത്തിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അത് എത്രത്തോളം ഫലവത്താകും എന്ന് അറിയില്ല. ഏതായാലും BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കടക്കുകയാണ്. കോൺഗ്രസ് ഇതിനകം തന്നെ അവരുടെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ ആഴ്ചയോടുകൂടി, ഒരു വിഭാഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനമെങ്കിലും ഈ ആഴ്ചയോടുകൂടി ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.